ഈ ഇത്തിക്കണ്ടപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്കും അറിഞ്ഞോളൂ. വലിയേട്ടനിൽ മമ്മൂക്ക പറയുന്ന ഒരു മാസ് ഡയലോഗുണ്ട്. അത് കേട്ട് കോരിത്തരിക്കാത്ത മലയാളി സിനിമാ പ്രേമികൾ ഉണ്ടാവില്ല. ഷാജി കൈലാസ് രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മാസ് ആക്ഷൻ ത്രില്ലറായിരുന്നു വലിയേട്ടൻ. 24 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുത്തൻ മോഡിയിൽ വീണ്ടും വലിയേട്ടൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. അമ്പലക്കര ഫിലിംസും മാറ്റ്നി നൗവും ചേർന്നാണ് 4K ദൃശ്യമികവോടെ ഡോൾബി ശബ്ദ സാങ്കേതിക വിദ്യയോടെ വലിയേട്ടനെ വീണ്ടും വെള്ളിത്തിരയിൽ എത്തിച്ചത്. ഇന്നിപ്പോൾ വലിയേട്ടൻ തിയേറ്ററുകളെ വീണ്ടും പൂരപ്പറമ്പാക്കുമ്പോൾ 2000-ൽ പടം ഇറങ്ങിയ കാലത്തെ ചില കൗതുകങ്ങൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞു പോകാം. വർഷം 2000. ഷാജി കൈലാസ് രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ ഇറങ്ങിയത് 2 സിനിമകൾ. ഒന്ന് മോഹൻലാലിന്റെ നരസിംഹം, രണ്ടാമത്തേത് മമ്മൂട്ടിയുടെ വലിയേട്ടൻ. നരസിംഹം ഇറങ്ങിയത് ജനുവരി അവസാനം. അടുത്ത മാസങ്ങളിൽ തന്നെ വലിയേട്ടന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളും തുടങ്ങി. എന്നാൽ വരാനിരിക്കുന്ന ഓണത്തിന് വലിയേട്ടൻ തിയേറ്ററുകളിൽ എത്തില്ലെന്ന് പരക്കെ ഒരു ടോക്കങ് വന്നു. എന്നാൽ പിന്നെ കാണാമല്ലോ എന്നായി ഷാജി കൈലാസിനും നിർമ്മാതാവ് ബൈജു അമ്പലക്കരയ്ക്കും. അങ്ങനെ ഷൂട്ട് തുടങ്ങി. സാങ്കേതിക പരിമിതികൾക്കിടയിലും ഷൂട്ടിനിടയിൽ തന്നെ എഡിറ്റിംഗും റെക്കോർഡിങ്ങും സൗണ്ട് മിക്സിംഗും അടക്കമുള്ള എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളും തീർത്തു. അങ്ങനെ ഷൂട്ട് തുടങ്ങിയ 56-ാം ദിവസം തിരുവോണ നാളിൽ വലിയേട്ടൻ തിയേറ്ററുകളിലെത്തി. സംവിധായകനും നിർമ്മാതാവിനും അതൊരു മധുര പ്രതികാരം കൂടിയായിരുന്നു. കേരളത്തിൽ മാത്രമായി 40ഓളം തിയേറ്ററുകളിലാണ് അന്ന് വലിയേട്ടൻ റിലീസിനെത്തിയത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലും ചിത്രം റിലീസ് ചെയ്തിരുന്നു. മറ്റൊരു കൗതുകം എന്തെന്നാൽ, നിർമ്മാതാക്കളായ അമ്പലക്കര കുടുംബത്തിലെ ജയകുമാർ എന്ന മൂത്ത ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ നിന്നാണ് വലിയേട്ടന്റെ കഥാപ്രമേയം ഉൾക്കൊണ്ടത്. പ്രമേയം അമ്പലക്കര കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിനായി തറവാട്ടിലെ വാഹനവും ആനയും വേണമെന്ന് സംവിധായകനായ ഷാജി കൈലാസിന് ഒരേ നിർബന്ധം. അങ്ങനെ സംവിധായകന്റെ നിർബന്ധപ്രകാരം അറക്കൽ മാധവൻ ഉണ്ണിയുടെ തറവാടിത്ത ചിഹ്നമായ മെഴ്സിഡസ് ബെൻസിനെയും സിനിമയിലെടുത്തു. എന്നാൽ അമ്പലക്കരയിലെ ആന ഇത്തിരി പ്രശ്നക്കാരനായിരുന്നു. അതിനാൽ തൃപ്രയാർ ചേരൂർ മലയിലെ ആനയെയാണ് സിനിമയിൽ അഭിനയിപ്പിച്ചത്. വലിയേട്ടൻ ഹിറ്റായതോടെ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ 8485 നമ്പർ വെള്ള മെഴ്സിഡസ് കാറും സൂപ്പർ ഹിറ്റായി. മാധവനുണ്ണിക്ക് പാടത്ത് പോകണമെങ്കിൽ പോലും കാർ വേണമെന്നതിനാൽ സിനിമയിലുടനീളം ബെൻസ് നിറഞ്ഞു നിന്നു. ഇതോടെ ആ വർഷത്തെ വെള്ള ബെൻസ് കാറുകളുടെ വിൽപ്പന വൻതോതിൽ വർദ്ധിച്ചു. ഇതോടെ 10 ഫ്രീ സർവീസുകളാണ് കമ്പനി നിർമ്മാതാവായ ബൈജു അമ്പലക്കരയ്ക്ക് സമ്മാനമായി നൽകിയത്. പിന്നീട് അറക്കൽ മാധവനുണ്ണിയുടെ കാർ സ്വന്തമാക്കാൻ ഒരുപാട് പേരെത്തി. മോഹവില പറഞ്ഞിട്ടും അന്ന് ആ കാറ് ആർക്കും കൊടുത്തില്ല. പിന്നീട് ചോദിച്ച വില നൽകി കൊല്ലം സ്വദേശിയായ ഡോക്ടർക്ക് കാർ വിറ്റു. കൈമറിഞ്ഞ് ഈ ബെൻസ് ഇപ്പോൾ തിരുവല്ല സ്വദേശിയായ ടോമിൻ്റെ പക്കലിലാണ്. മാധവനുണ്ണിയോടൊപ്പം ഒരു കഥാപാത്രമായി സിനിമയിൽ ആകെ നിറഞ്ഞു നിന്ന ബെൻസ് കാറിനെ വേറെയും ഒരു അനുഭവ കഥ പറയാനുണ്ട്. വില്ലന്മാർ തട്ടിക്കൊണ്ടുപോയ അനുജനെ കണ്ടെത്താൻ കാറിൽ അറക്കൽ മാധവനുണ്ണി പായുന്ന രംഗം ചിത്രീകരിക്കുന്നതിന് മുമ്പ് ഒരു ട്രയൽ നടത്തിയിരുന്നു. പാഞ്ഞെത്തിയ ബെൻസ് കറക്കി തിരിക്കുന്നതിനിടെ സമീപത്തുള്ള കല്ലിൽ ഇടിച്ചു കയറി കാറിന്റെ ബമ്പറും ബോണറ്റും ആകെ തകർന്നു. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തീർക്കുകയും വേണം. പിന്നീട് ചെന്നൈയിൽ നിന്ന് വാടകയ്ക്കെടുത്ത സമാനമായ കാറിൽ പഴയ നമ്പർ സ്ഥാപിച്ച് ഷൂട്ടിംഗ് പൂർത്തീകരിക്കുകയായിരുന്നു. ഇതൊന്നും കൂടാതെ വൻ വിജയമായി മാറിയ പൊന്നിയൻ സെൽവൻ, ബർഫി, തമാശ, ദശാവതാരം തുടങ്ങിയ ചിത്രങ്ങളുടെ ഛായാഗ്രഹനായ രവിവർമ്മൻ ആദ്യമായി ഛായാഗ്രഹണം നിർവഹിച്ച കൊമേഴ്ഷ്യൽ മലയാള സിനിമ കൂടിയാണ് വലിയേട്ടൻ. നിരവധി ഭാഷകളിലെ ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയ രാജാമണിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിത്താരയാണ്. ചിത്രത്തിലെ പാട്ടുകളും എവർഗ്രീൻ ഹിറ്റുകളാണ്. മമ്മൂക്കയോടൊപ്പം ശോഭന, സിദ്ദിഖ്, മനോജ് കെ ജയൻ, പൂർണിമ ഇന്ദ്രജിത്ത്, ഇന്നസെന്റ്, NF വർഗീസ്, കലാഭവൻ മണി, വിജയകുമാർ, സുധീഷ്, സുകുമാരി തുടങ്ങിയ ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. സിനിമയിലെ ഈ കൗതുകങ്ങൾക്കിടയിലും കാലം മാറി വീണ്ടും റിലീസിനെത്തിയ ചിത്രം പല വിമർശനങ്ങളും ഇപ്പോൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഭിന്നശേഷിക്കാരനായ സുധീഷിന്റെ കഥാപാത്രത്തെ സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ബോഡി ഷെയിം ചെയ്യുന്ന തരത്തിലുള്ള കോമഡി രംഗങ്ങളാണ്. ഇതുകൂടാതെ റീ റിലീസുമായി ബന്ധപ്പെട്ട ട്രോളുകളും വലിയേട്ടനെതിരെ വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ തന്നെ പാലേരി മാണിക്യം നേരത്തെ റീ റിലീസിനെത്തിയിരുന്നു. എന്നാൽ ചിത്രത്തിന് ഒട്ടും പ്രേക്ഷക ശ്രദ്ധ നേടാനായില്ല. 2 സിനിമകളും ബന്ധപ്പെടുത്തിയുള്ള ട്രോളുകളും ഫാൻ ഫൈറ്റുകളും അങ്ങനെ ഏറലുണ്ട്. അതേസമയം മികച്ച പ്രതികരണങ്ങളോടെ തന്നെ 4Kയിലെത്തിയ വലിയേട്ടൻ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. 13 ലക്ഷത്തിനടുത്ത് ചിത്രം ആദ്യ ദിനം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമയുടെ വീക്കെൻഡ് ദിവസങ്ങളിലെ പെർഫോമൻസിനെ കൂടി ആശ്രയിച്ചായിരിക്കും റീ റിലീസിന്റെ ഭാവി എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ പ്രവചനം. എന്തായാലും അറക്കൽ മാധവനുണ്ണിയായുള്ള മമ്മൂട്ടിയുടെയും അനിയന്മാരുടെയും അഴിഞ്ഞാട്ടത്തിനൊപ്പം മൺമറഞ്ഞു പോയ മലയാളത്തിന്റെ പ്രിയ താരങ്ങളെ വീണ്ടും കാച്ചിപ്പള്ളി പപ്പനായും മമ്പറം ബാവയായും രാമൻകുട്ടി കൈമളായും കുഞ്ഞിക്കാവ് അമ്മയുമായൊക്കെ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരം കൂടിയാണ് വലിയേട്ടൻ ഒരുക്കുന്നത്. അപ്പോൾ ഇത്തിക്കണ്ടപ്പന്മാരെ വലിയേട്ടൻ പോയി കാണുന്നില്ലേ?